ദിവസമായി കഞ്ഞി വെച്ചിട്ട് അടുപ്പ് തീ വെച്ചിട്ട് 30 ദിവസമായി. ആഹാരമാണ് വീട്ടിലെ ആട്ടം ഓടിച്ചാണ് ആഹാരം വാങ്ങിച്ച് വീട്ടിൽ ഇല്ല. ആരും തിരിഞ്ഞു പോലും നോക്കണില്ല. ഒരു MLA ഉണ്ട് 100 മീറ്ററിന് അപ്പുറത്തിറങ്ങിയ പുള്ളി ഇതുവരെ വന്നിട്ട് ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. അവർ കുറേ ആൾക്കാർ പറഞ്ഞു വിടും. ചെറിയ 2 മോട്ടർ വെച്ചിട്ടുണ്ട്, ഇതാണ് അടിക്കുന്നത്. 100 മീറ്ററിനകത്താണ് MLA വീട്. നമ്മൾ തൊട്ടടുത്ത് 100 മീറ്റർ വരൂല, 80 മീറ്ററിനകത്തേ ഉള്ളൂ. പുള്ളി ഇതുവരെ വന്ന് എന്തായിരുന്നു നിൽക്കുന്നത് തിരുവനന്തപുരം കരിക്കകത്താണ്. കരിക്കകം ക്ഷേത്രത്തിന് സമീപമുള്ള പമ്പ് ഹൗസ് എന്ന് പറയുന്ന പ്രദേശത്ത് മഴവെള്ളം കയറി ഇറങ്ങിപ്പോകാൻ സൗകര്യമില്ലാതെ ഏതാണ്ട് 42ഓളം കുടുംബങ്ങൾ മഴവെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാം. ഏതാണ്ട് 42ഓളം കുടുംബങ്ങൾ ഈ ഓടകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും അപര്യാപ്തത മൂലം മാലിന്യജലം കെട്ടിക്കിടക്കുന്ന വലിയ മാലിന്യ തടാകത്തിനുള്ളിൽ കഴിയേണ്ട ഒരു സ്ഥിതിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്ത മഴയ്ക്കിടയിലാണ് ഇത്രയധികം വെള്ളം ഇവിടെ കയറിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് ഏതാണ്ട് പല വീടുകളിലേക്കും വെള്ളം കയറി പല വീടുകളും തകരുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ എന്താണ് ഈ മഴയത്ത്, ഇത് എല്ലാ മഴയത്തും എങ്ങനെയുള്ളത്? 30 ദിവസമായി കഞ്ഞി വെച്ചിട്ട് അടുപ്പ് തീ വെച്ചിട്ട് 30 ദിവസമായി. ആഹാരമാണ് വീട്ടിലെ ആട്ടം ഓടിച്ചാണ് ആഹാരം വാങ്ങിച്ച് വീട്ടിൽ കൊടുക്കുന്നത്. മഴവെള്ളം പെയ്താൽ കെട്ടിക്കിടക്കുന്ന ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇവിടെ ഇല്ല, സംവിധാനം ഇല്ല. ആരും തിരിഞ്ഞു പോലും നോക്കണില്ല. ഒരു MLA ഉണ്ട് 100 മീറ്ററിന് അപ്പുറത്തിറങ്ങിയ പുള്ളി ഇതുവരെ വന്നിട്ട് ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. അവർ കുറേ ആൾക്കാർ പറഞ്ഞു വിടും. ചെറിയ 2 മോട്ടർ വെച്ചിട്ടുണ്ട്, ഇതാണ് അടിക്കുന്നത്. 100 മീറ്ററിനകത്താണ് MLA വീട്. നമ്മൾ തൊട്ടടുത്ത് 100 മീറ്റർ വരൂല, 80 മീറ്ററിനകത്തേ ഉള്ളൂ. പുള്ളി ഇതുവരെ വന്ന് എന്തായിരുന്നു നോക്കിയിട്ടില്ല. അവിടെ ഇരുന്നിട്ട് ഫോൺ വിളിച്ച് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് മോട്ടർ ഉണ്ടോന്നൊക്കെ പറയുന്നു. പുള്ളി ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. 1 മാസമായി. എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണോ? വീടിനുള്ളിലടക്കം വെള്ളം കയറി സാധനങ്ങളടക്കം നശിച്ചു പോയതായും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയത്ത് വെള്ളം കയറിയതിൽ ഭക്ഷണം വെക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നശിച്ച് വീട്ടില് ഒരു സാധനം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, തന്നിട്ടില്ല, സഹായിച്ചിട്ടില്ല ആരും. ഇപ്പൊ ഇങ്ങനെ വെള്ളം കയറ്റി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഈ വെള്ളം കയറിയിട്ട് ഇപ്പൊ 1 മാസമായി. 1 മാസത്തോളം? 1 മാസം കഴിഞ്ഞു. പക്ഷെ ഒരു MLA ഉണ്ട്, ഒരു ഉപയോഗവും ഇല്ല. നമ്മളെ ഇന്ന് വരെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ വെള്ളം കയറി കെട്ടിക്കിടക്കുന്ന വീടുകൾക്ക് തൊട്ടടുത്താണ് സ്ഥലം MLA കടകംപള്ളി സുരേന്ദ്രന്റെ വീട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയാണ് വീട്ടുകാരടക്കം പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യമാണ്. അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഫുഡ് നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഇവിടെ വേവിക്കാൻ പറ്റത്തില്ല. ഹോട്ടലിൽ നിന്നാണ് ഇവിടെ ഈ ഏരിയയിലുള്ളവരെല്ലാവരും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ഒരു ഭക്ഷണം കഴിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത നിലയിലേക്ക് ഈ വെള്ളക്കെട്ട് ഇവിടുത്തെ മനുഷ്യരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. വർഷങ്ങളായി എല്ലാ മഴക്കാലത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. നിരന്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും വെള്ളക്കെട്ട് ചെറിയ മോട്ടോർ സംവിധാനങ്ങൾ വെച്ച് ഒഴിപ്പിച്ച് കളയാനുള്ള ഇടപെടൽ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും പര്യാപ്തമായ ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. ഏതാണ്ട് 500 മീറ്റർ നീളത്തിൽ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും നിരവധി കുടുംബങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതുമായ സാഹചര്യം എല്ലാ മഴക്കാലത്തും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് ആവർത്തിക്കുന്നതല്ലാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കൃത്യമായ ഓട സംവിധാനം രൂപീകരിച്ചുകൊണ്ട് മാത്രമേ ഈ വലിയ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് നാട്ടുകാരടക്കം അഭിപ്രായപ്പെടുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. വലിയ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളോളം ഇതിൽ തന്നെ കഴിയേണ്ട മനുഷ്യരുടെ അവസ്ഥയാണ് കരിക്കകത്ത് പമ്പ് സെറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഏതാണ്ട് 1, 2, 3, 4 വീടുകൾ ഈ വെള്ളക്കെട്ടിൽ ഇങ്ങനെ നിന്ന് തന്നെ തകർന്നു പോയ ഒരു കാഴ്ചയും ഇവിടെ നമുക്ക് കാണാം. വലിയ മഴ പെയ്താൽ ഇനിയും വെള്ളം കയറുകയാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് അടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും വെള്ളം കയറുകയും വലിയ ദുരിതത്തിലേക്ക് ഈ നാട്ടുകാർ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഓട സംവിധാനം രൂപീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. സിജോ സുധാകരനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.